Hey, my dear beautiful souls, welcome back to my channel Divine Speaks. Okay, ഇന്ന് നമുക്ക് ഈ ഒരു 2025 അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുക, എന്തൊക്കെ എനർജി ചേഞ്ചസ് ആണ് ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കരിയറിൽ ഈ വരും ദിവസങ്ങളിൽ 2025 അവസാനിക്കുന്നതിന് മുന്നേ എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ എനർജി വൈബ്രേഷൻ ആണ് ഉണ്ടാകുക എന്ന് നമുക്ക് നോക്കാം. അതുപോലെ യൂണിവേഴ്സ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ കരിയർ കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് വരിക എന്ന് നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ ഒക്കെ നിങ്ങൾ അനുഭവിച്ചിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഓക്കെ, അതോടൊപ്പം വരും ദിവസങ്ങളിൽ 2025 അവസാനിക്കുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 നിങ്ങൾ കരിയറിൽ ഭയങ്കര ഒരു എനർജിയായിട്ടാണ് എൻ്റർ ആവുന്നത്. ഒരുപക്ഷെ നിങ്ങൾ 2024 നല്ലൊരു ജോലിയിൽ ഇരുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കിട്ടും അതിനുവേണ്ടി ഭയങ്കരമായി എന്താ പറയുക പ്രയത്നിച്ച് ഹാർഡ് വർക്ക് ചെയ്താണ് ഈ 2025 കയറുന്നത്. ഓക്കെ, കരിയറിൽ ഭയങ്കരമായിട്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്നാണ് കാണുന്നത്. പക്ഷെ അതിനുശേഷം നിങ്ങൾ എന്താ പറയാ കുറച്ച് ദൂരെ ഇരുന്ന ജോലി, അതായത് വർക്ക് ഫ്രം ഹോം എന്ന ഒരു ചിലപ്പോൾ ആ ഒരു സ്റ്റേജിലേക്ക് മാറിയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നിങ്ങളത് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾ ആ ജോലിയിൽ സേഫ് ആണോ, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ അതിൽ നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങളുടെ കരിയർ ഗ്രോത്ത് അതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ചിന്ത നിങ്ങളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, അതും കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തിരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിലോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ജോലി ഉണ്ടായിരുന്നത് ആ ഭാഗത്ത് അവിടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്നൊക്കെ ഒരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതിനുള്ള ചാൻസസ്, ഇവിടെ സാധ്യതകൾ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആയിരിക്കാം വന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ അവിടെ ആരെങ്കിലും സംശയിച്ചു, അതിന്റെ പേരിൽ നിങ്ങൾ ജോലിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാകാം. അല്ലെങ്കിൽ അവരുമായിട്ടൊരു മാനസിക ഐക്യം, അതായത് തൻ്റെ സുപ്പീരിയറുമായിട്ടോ അല്ലെങ്കിൽ കൊളീഗ്സുമായിട്ടോ ഒക്കെ ഉള്ള ഒരു മാനസിക സംഘർഷം മൂലം നിങ്ങൾ ജോലി ഉപേക്ഷിച്ചതാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജോലി കിട്ടിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അത് കിട്ടുമോ ആരെങ്കിലുമൊക്കെ ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയാമായിരിക്കുമല്ലോ, അവിടെ ജോലിയുണ്ട് ഇവിടെ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ നിർത്തി അവർ നമ്മളെ ഒന്ന് ചതിച്ച പോലെ, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു പറ്റിച്ചതുപോലെ ഉള്ളൊരു അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇനിയുള്ള കാലത്തിലേക്കാണ്. റെസ്റ്റ് ഓഫ് 2025 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഈ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നുണ്ടെന്നാണ്. ഒരു പക്ഷേ ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ കോംപ്ലിക്കേഷൻസിലൂടെ വന്നു, നിങ്ങൾ ചിന്തിച്ചു, നിങ്ങൾ ആരാൾക്ക് പറ്റിക്കപ്പെട്ടു, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് നിങ്ങൾ
ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പൊ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നയപരമായി ഇടപെടൂ എന്നാണ്. ഒരു പക്ഷേ നമ്മളെ ഒരാൾ പറ്റിച്ചു കഴിയുമ്പോൾ നമ്മൾ വളരെ പ്രൊവോക്ഡ് ആവാം അല്ലെ. നമുക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരാം. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കൂ. നിങ്ങൾ വളരെ എന്താ പറയാ, നയപരമായിട്ട് വളരെ വളരെ സെൽഫ് കൺട്രോൾ എടുക്കുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് നല്ലത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, മനസ്സ് മടുക്കാതിരിക്കുക. നമ്മളോട് തന്നെ ചിലപ്പോൾ യുദ്ധം പ്രഖ്യാപിച്ചിരുന്ന കളയും. ഞാൻ ഇത്രയൊക്കെ ട്രൈ ചെയ്തു, എനിക്ക് കിട്ടിയില്ല, ഓക്കെ എനിക്കിനി വയ്യ എന്ന് സ്വയം മനസ്സ് മടുക്കാതിരിക്കൂ എന്നൊക്കെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഉപദേശങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ്. യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു ഗൈഡൻസ് അതാണ്. നിങ്ങളെ കൊണ്ട് കഴിയുമെന്നാണ്. അതായത് ഭയങ്കരമായ ബ്ലെസ്സിങ്സ് ആണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്നത്. സോ പഴയ കാര്യങ്ങൾ സ്റ്റിക്ക് ഓൺ ആവാതിരിക്കുക. പണ്ട് സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് നിങ്ങളുടെ ലൈഫിൽ സ്റ്റിക്ക് ഓൺ ആവാതിരിക്കുക. മൂവ് ഓൺ എന്നാണ് പറയുക. ഓക്കെ, നിങ്ങളെ പാസ്റ്റ്, നമ്മൾ എപ്പോഴും അങ്ങനെയാണ്, പ്രസന്റിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്. നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അതിന് മനസ്സിലിട്ട് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോഗ്രസ് ഉണ്ടാവില്ല. സോ ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ മറന്ന് മനസ്സ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ്. ഓക്കെ, ഒരു അടുത്ത വരും, അതായത് 2025 ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കംപ്ലീഷൻ സ്റ്റേജ് ആണ് കാണുന്നത്. നിങ്ങൾ വിദേശത്ത് പോകാനൊക്കെ താല്പര്യപ്പെട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ദ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജോലി ചേഞ്ച് ഒക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പോസിബിൾ ആകും എന്നുള്ളതാണ് നമുക്ക് ഫ്യൂച്ചറിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, വെല്ലുവിളികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതില്ലാത്തൊരു ലൈഫ് ഹ്യൂമൻ ബീയിങ് ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ കിട്ടി വരുമ്പോൾ നിങ്ങൾ ഒരുപാട് എന്താ പറയുക, മതിമറന്നു പോകരുത്. നിങ്ങൾ പണമിടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഘട്ടത്തിന്റെ ഒരു കംപ്ലീഷനൊക്കെ ആയി, അല്ലെങ്കിൽ നിങ്ങൾ എബ്രോഡ് പോകാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളൊക്കെ ആയിട്ടുണ്ട്. എങ്കിലും പണം കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. ഒരു പക്ഷെ ഒരു പുതിയ ജോലിയിലേക്കാണ് നിങ്ങൾ പ്രവേശിച്ചെങ്കിൽ അവിടെ പണം കൈകാര്യം ചെയ്യുന്ന ജോലിയൊക്കെ ആണെങ്കിൽ, അതായത് സാമ്പത്തിക ഇടപാടുകളൊക്കെ ആണെങ്കിൽ അതിലൊരു ചെറിയ ശ്രദ്ധ വയ്ക്കുക എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഫൈനലി നമുക്ക് കിട്ടുന്നത് ഡെത്ത് കാർഡാണ്. സോ 2025 ലാസ്റ്റോടുകൂടി നിങ്ങളുടെ കരിയറിൽ ഭയങ്കരമായ ഒരു ട്രാൻസ്ഫോർമേഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതൊരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ് എന്നുള്ളതാണ് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടി, അങ്ങനെ ചെറിയ രീതിയിൽ, അല്ലെങ്കിൽ ഓക്കെ എബ്രോഡ് പോയി, അങ്ങനെ ചെറിയ ജോലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2025 ആയി കഴിയുമ്പോൾ ഒരു മേജർ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ കരിയറിലെ ഏറ്റവും നിങ്ങൾ വിചാരിച്ചിരുന്ന മേജർ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അവിടെ തെളിഞ്ഞു വരുന്നത്. ക്ലിയർ? ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ റീഡിങ്ങിൽ എനിക്കിത് ഫീൽ ചെയ്യുന്നത്. എങ്ങനെയാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? സോ നിങ്ങൾ ഇപ്പൊ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വന്നവരാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നു, ഓക്കെ, കീപ് കാം ആൻഡ് മൂവ് ഓൺ. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെ മൂവ് ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് വരുന്നുണ്ട്. എന്തോ കരിയറിൽ ചെറിയ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ബ്ലെസ്സിങ്സ് ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ഒക്കെ കിട്ടുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ അപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ വരുന്ന എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് കരുതിയിരിക്കൂ, കുറച്ചൊന്ന് അലർട്ട് ആകൂ എന്നൊരു ഉപദേശം കൂടി, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൂടി ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് 2025 അവസാനമാവുമ്പോൾ നമുക്കൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ കരിയറിൽ ഉണ്ടാവും എന്നാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഒരു എന്താ ലോങ് കരിയർ എയിം എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നതായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ചെറിയ കരിയർ ഗ്രോത്ത് ആണ് വന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു കുറെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ എന്താണോ അതിൽ നിങ്ങളുടെ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു കരിയർ ഗ്രോത്ത്, കരിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഉണ്ടാകാം എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, റൈറ്റ്. ആ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള
നിങ്ങളെ ഫിനാൻഷ്യലി വളരെ സൗണ്ട് ആക്കുന്നതാണ്. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ ഭയങ്കരമായിട്ട് ഉയർന്നു വരും. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. വളരെ ബ്ലെസ്ഡ് ആയിരിക്കും നിങ്ങൾ. ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആവും എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി വന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഫോക്കസ്ഡ് ആകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഒരു പാത്ത് തെളിയും, അതിലൂടെ വരിക. 2025 എൻഡ് ആവുമ്പോൾ, ഇയർ എൻഡ് ആവുന്ന സമയത്ത് നിങ്ങൾക്കൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഉണ്ടാകും എന്നാണ് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നത്. സോ അത് നിങ്ങളുടെ ഒരു കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ ആയിരിക്കും. സോ നമുക്ക് അതിനുവേണ്ടി പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. ഈ ഒരു പാസ്റ്റ് പറഞ്ഞു, നമ്മളിവിടെ ഒരു മിഡിൽ സ്റ്റേജ് പറഞ്ഞു, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ പറഞ്ഞു. ഓക്കെ, ഇതുമായി റെസനേറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഈ റീഡിങ് ചിലപ്പോൾ കണക്ട് ആകുക, അവരുടെ ലൈഫായിട്ടായിരിക്കും കൂടുതൽ കണക്ട് ആകുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഇത് കണക്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു ലൈഫ് ഇങ്ങനെയാണ് കടന്നു പോയതെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, so hope you like this video. Stay tuned. Have a nice day.